ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോൾ ടൈസ് അത്ര പരിചിതമല്ലാത്ത ഒരാലോചനയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്നാൽ വളരെ പ്രസക്തമാകുന്ന ഒരാലോചനയാണ്. ഈ തലമുറയിൽ അനേകരെ സഹായിക്കുവാൻ ഉതകുന്ന നല്ല ചില ചിന്തകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് അനേകം പ്രഭാഷണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഈ മേഖലയിൽ ഞാനും ഒരു പഠനം നടത്തിയിട്ടുണ്ട്. കാരണം ആന്തരിക സൗഖ്യം എന്നുള്ള ആലോചന ചില വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നതിനാൽ അതിൻ്റെ ഭാഗമാണ് സോൾ ടൈസ് എന്ന് പറയുന്നത്. ഗോഡ്ലി സോൾ ടൈസ് ഉണ്ട്, അൺഗോഡ്ലി സോൾ ടൈസ് ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള സോൾ ടൈസ് ഉണ്ട്, ദൈവഹിതപ്രകാരം അല്ലാത്ത സോൾ ടൈസ് ഉണ്ട്. ദൈവഹിതപ്രകാരമല്ലാത്ത സോൾ ടൈസ്, അൺഗോഡ്ലി സോൾ ടൈസ് ആണ് മനുഷ്യനെ കേടുവരുത്തുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ചിലപ്പോൾ വാർത്തകളിൽ നമ്മൾ കാണാറില്ലേ, കാമുകനു വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന കാമുകി. ഒരു പ്രേമബന്ധമുണ്ടായിരുന്നു, കാമുകൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോൾ കാമുകി ആത്മഹത്യ ചെയ്യുകയാണ്. അവിടെ അനേകം കാരണങ്ങളിൽ ഒരു കാരണമാണ് അവർ തമ്മിലുള്ള സോൾ ടൈ. തമിഴ്നാട്ടിലും മറ്റും കണ്ടിട്ടില്ലേ, രാഷ്ട്രീയ നേതാക്കൾ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ജയലളിതയുടെ മരണം സംഭവിച്ച സന്ദർഭത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഈ മരിച്ചവർ ജീവിതത്തിലൊരിക്കലും ആ നേതാവിനെ കണ്ടിട്ടില്ല, നേതാവുമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ആ നേതാവ് അവരുടെ ഉള്ളിലൊരു ഹീറോ ആണ്, അവർക്കെല്ലാമാണ്. ആ നേതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറാകുന്നു. അപ്പോൾ അവിടെ ഒരു സോൾ ടു സോൾ ടൈ ഉണ്ട്. മനുഷ്യൻ്റെ ഘടനയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, മനുഷ്യൻ 3 ഘടകങ്ങളുള്ളവനാകുന്നു. മനുഷ്യനൊരു ആത്മാവുണ്ട്, മനുഷ്യനൊരു പ്രാണനുണ്ട്, ഒരു ശരീരമുണ്ട്. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സന്ദർഭത്തിൽ ആ കൺസെപ്ഷൻ നടക്കുമ്പോൾ ക്രോമസോമും ചേർന്ന് ശരീരഭാഗം ആരംഭിക്കുന്ന ആ സമയത്ത് ദൈവത്തിൽ നിന്ന് ആത്മാവ് വരുന്നു. ആത്മാവും ശരീരവും രൂപപ്പെട്ടതിന് ശേഷം നിർമ്മിതമാകുന്നതാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുവാൻ വേണ്ടി നിർമ്മിതമാകുന്നതാണ് പ്രാണൻ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സോൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സോളിൽ 3 ഘടകങ്ങളുണ്ട്: മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി. മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്. ഈ 3 ഘടകങ്ങൾ പ്രാണനിലുണ്ട്. ഈ പ്രാണനില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. നമ്മുടെ എല്ലാം പ്രാണനാണ്. പ്രാണൻ ഈ ശരീരത്തിന് വളരെ ആവശ്യമാകുന്നു. ഈ ശരീരം സജീവമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണൻ്റെ സഹായം ആവശ്യമാണ്. ഈ പ്രാണൻ മുഖാന്തരമായിട്ട് നമുക്ക് ബന്ധങ്ങൾ ലഭിക്കും. പ്രാണനിൽ നിന്നാകുന്നുവല്ലോ സ്നേഹം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. പ്രാണനിൽ വികാരങ്ങളുണ്ട്. പ്രാണനിൽ നിന്ന് നമുക്ക് സന്തോഷത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും. പ്രാണനിൽ നിന്ന് നമുക്ക് സ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അങ്ങനെ നമുക്ക് ബന്ധങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഗോഡ്ലി സോൾ ടൈസ് ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു. ദൈവം തന്നെയാണ് അത് ആരംഭിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനുമായി ദൈവത്തിന് ഒരടുത്ത ബന്ധമുണ്ടായിരുന്നു. തോട്ടത്തിൽ ആദാമും ദൈവവും തമ്മിൽ ഒരടുത്ത ബന്ധമുണ്ടായിരുന്നു. അതൊരു ഗോഡ്ലി സോൾ ടൈ ആണ്. ഇന്ന് നമ്മൾ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് കർത്താവുമായിട്ട് ഒരടുത്ത ബന്ധമുണ്ടാകുന്നു. അവിടെ നമുക്കൊരു ഗോഡ്ലി സോൾ ടൈ, യേശുവുമായിട്ട് നമുക്കൊരു ഗോഡ്ലി സോൾ ടൈ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. അതൊരു ഗോഡ്ലി സോൾ ടൈ ആണ്. അങ്ങനെ അനവധി ഗോഡ്ലി സോൾ ടൈസ് ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമാണ്, ബന്ധങ്ങളിലൂടെ നമുക്ക് ലഭ്യമാണ്.
ഭാര്യ ഭർത്തൃ ബന്ധം, അവിടെ ഒരു നല്ല ഗോഡ്ലി സോൾട്ടായി ഉണ്ട്. ഇനിയും അതിന് സമാനമാകുന്ന പല ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പനും മക്കളും തമ്മിൽ ഗോഡ്ലി സോൾട്ടായി. ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായത്തിൽ ബെന്യാമീൻ ഇല്ലാതെ യാക്കോബിൻ്റെ അരികിൽ ഈ സഹോദരന്മാർ മടങ്ങിച്ചെല്ലുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്, ബെന്യാമീൻ്റെ പ്രാണൻ യാക്കോബിൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്, ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. ബെന്യാമീൻ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ യാക്കോബ് മരിച്ചു പോകും. കാരണം എന്താണ്? അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്. അതാണ് സോൾട്ടായി. ആ സോൾട്ടായിൽ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പാണ്. പ്രാണനും തമ്മിൽ അങ്ങ് പറ്റുമാനത്തിലെത്തിച്ചേരുകയാണ്, നല്ല അടുപ്പത്തിലെത്തിച്ചേരുകയാണ്. ഇതെല്ലാം ഗോഡ്ലി സോൾട്ടയാണ്. ഇതിൽ നിന്ന് നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിൽ, നല്ല ആശയവിനിമയങ്ങൾ, നല്ല നിലയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തമ്മിലുള്ള ആ ഗോഡ്ലി സോൾട്ടായി, ഡീപ്പർ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ ഗോഡ്ലി സോൾട്ടായി അവർക്ക് നല്ല ഫലങ്ങളാണ് നൽകി കൊടുക്കുന്നത്. നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്, യോനാഥാനും യാക്കോബും തമ്മിൽ ഒരു നല്ല സോൾട്ടായി ഉണ്ടായിരുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 20-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ഇതൊരു ഗോഡ്ലി സോൾട്ടായാണ്. യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഒരു ഗോഡ്ലി സോൾട്ടായാണ്. അപ്പോൾ ഈ നിലയിൽ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിലയിൽ ഇവർക്ക് തമ്മിൽ ഉള്ള ആ ബന്ധത്തിൻ്റെ ഫലമായിട്ട് നല്ല കാര്യങ്ങൾ പുറപ്പെടും. യോനാഥാൻ നല്ല കാര്യങ്ങൾ ദാവീദിന് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകും. ദാവീദ് യോനാഥാന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകും. അങ്ങനെ തന്നെ ചെയ്തു. ഈ ബന്ധത്തിൻ്റെ ഫലമാകുന്നു ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ യോനാഥാൻ്റെ കൊച്ചുമക്കളെയൊക്കെ ആദരിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ദാവീദ് തയ്യാറാകുകയുണ്ടായി. ഗോഡ്ലി സോൾട്ടൈസ് ദൈവത്താൽ തന്നെ രൂപപ്പെട്ടതാകുന്നു. അതില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുവാൻ കഴിയത്തില്ല. നല്ല ബന്ധങ്ങൾ നമുക്കുള്ളതിനാൽ, നല്ല പ്രാണബന്ധങ്ങൾ ഗോഡ്ലി സോൾട്ടൈസ് നമുക്കുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നല്ല ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ കേടുവരുത്തുന്നത് അൺഗോഡ്ലി സോൾട്ടൈസ് ആകുന്നു. ഈ സോൾട്ടൈസിനെ കുറിച്ച് പറയുമ്പോൾ ആ സോൾട്ടൈസ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് സോൾട്ടൈസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ സോൾട്ടൈസ് അൺഗോഡ്ലി ആകുവാനുള്ള സാധ്യത. അൺഗോഡ്ലി സോൾട്ടൈസ്, ദൈവഹിത പ്രകാരമല്ലാത്ത സോൾട്ടൈസ് ഉണ്ടാകുന്നു. അവിടെയും പ്രാണനും തമ്മിൽ പറ്റിച്ചേരുകയാണ്. ചിലതിനോടൊക്കെ പറ്റിച്ചേരുകയാണ്. പറ്റിച്ചേരുന്നത് മുഖാന്തരമായിട്ട് പുറപ്പെടുന്നത് തിന്മ നിറഞ്ഞ ഫലങ്ങളാകുന്നു. പ്രേമബന്ധത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ, അല്ലെങ്കിൽ ഒരു യൗവനക്കാരനും ഒരു യൗവനക്കാരിയും തമ്മിൽ പ്രേമബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ പ്രേമബന്ധം അവർ മുന്നോട്ട് കൊണ്ടുപോകുവാനോ വിവാഹം കഴിക്കുവാനോ ഒക്കെയുള്ള ഉദ്ദേശത്തിലല്ല എന്നത് അവർക്ക് തന്നെ അറിയാം. എന്നാൽ ഒരു രസത്തിന് വേണ്ടി, ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി അവർ തമ്മിലൊരു പ്രേമത്തിൽ എത്തിച്ചേരുകയാണ്. ആ പ്രേമബന്ധത്തിലൂടെ അവിടെ ഒരു സോൾട്ടായി, അൺഗോഡ്ലി ആയിട്ടുള്ള ഒരു സോൾട്ടായി അവിടെ ഉടലെടുക്കുന്നു. അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ കേടുവരുത്തുന്ന ഫലങ്ങളാണ്. ഇവർ തമ്മിൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാലും ഈ സോൾട്ടായി, ആത്മമണ്ഡലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ സോൾട്ടായി അവിടെ തുടരും. വർഷങ്ങൾ കഴിഞ്ഞാലും ഈ സോൾട്ടായി എന്നവർ ബ്രേക്ക് ചെയ്യുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നത് വരെയും അത് ആത്മമണ്ഡലത്തിൽ തുടരുന്നതാണ്. ഇതൊക്കെയാണ് ഇത് മുഖാന്തരമുള്ള കേടുകൾ എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തിയോട് സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പേഴ്സൺ ടു പേഴ്സൺ,
ഇനിയും രണ്ട്, വ്യക്തിക്ക് ഒരു സ്ഥലത്തോട് സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പേഴ്സൺ ടു പ്ലേസ്. ഒരു പ്ലേസിന് സോളൊന്നുമില്ല, എന്നാൽ നമ്മൾ അർത്ഥമാക്കുന്നത് ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തൃശ്ശൂർ സ്വദേശിയാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരിനോട് ഭയങ്കര അടുപ്പമാണ്. തൃശ്ശൂർ വിട്ട് എങ്ങും പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു നല്ല നിലയിലുള്ള കാര്യമായി തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുകയാണെന്ന് കരുതുക, അവളെ കൊല്ലത്തേക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. എന്നാൽ കൊല്ലത്ത് ചെന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ തൃശ്ശൂർ പോകണം എന്നുള്ള ചിന്ത കിടക്കുകയാണെങ്കിൽ അവിടെ അത് അൺഗോഡ്ലി ആയിത്തീരുകയാണ്. പേഴ്സൺ ടു പ്ലേസ്. വ്യക്തിക്ക് ഒരു സ്ഥലത്തിനോട് സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വ്യക്തിക്ക് ഒരു സംഭവത്തോട് സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആ ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുകയാണ്. ഇവിടെ സോൾ ടു സോൾ ടൈ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ സോളിനെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രാണനെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രാണനിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ചിന്തകളെ പുറപ്പെടുവിക്കുക എന്നതാണ്. 2, വികാരങ്ങളുണ്ട്. വികാരങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താകുന്നു? പ്രവൃത്തി, ആക്ഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. 3, നമുക്ക് ഇച്ഛാശക്തിയുണ്ട്. ഇച്ഛാശക്തിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഒരാളുമായിട്ട് നമുക്കൊരു പറ്റുമാനമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സോൾട്ടൈ ഉണ്ടാകുകയാണെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ, ആ വ്യക്തിയുടെ സോൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിയുടെ സോൾ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിയുടെ സോൾ നിങ്ങളുടെ ആക്ഷൻസിനെ തീരുമാനിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു സംഭവമായിട്ടുള്ള സോൾട്ടായി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ആ സംഭവമായിട്ടുള്ള ഒരു സോൾട്ടായി, ആ സോൾട്ടായി അത് മുറിച്ച് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ദീർഘനാളുകൾ നിങ്ങളെ അത് സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഒരു വ്യക്തിയും ഒരു വസ്തുവും തമ്മിലുള്ള സോൾട്ടായി. നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഫോണുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. വല്ലാത്തൊരു പറ്റുവാനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഫോണിന് സോളൊന്നുമില്ല, എന്നാൽ അവിടെ അർത്ഥമാക്കുന്നത് നിങ്ങൾ അതിനെ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന്, അവിടെ ആ അടുപ്പം, ആ ഫോണില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഉറങ്ങുമ്പോഴും തലയണയുടെ കീഴിൽ ഫോൺ വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ആ നിലയിലുള്ള ഒരു അടുപ്പം വരുമ്പോൾ, ഒരു ടൈ വരുമ്പോൾ, വ്യക്തിയും വസ്തുവും തമ്മിൽ സോൾട്ടായി ഉണ്ടാകുന്നു. ഇനിയും വ്യക്തിയും സംഗീതവും തമ്മിൽ സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചില റോക്ക് മ്യൂസിക്കുകൾ, ചില പ്രത്യേക ഗാനങ്ങൾ, ആ ഗാനങ്ങൾ കേട്ടതിന് ശേഷവും മണിക്കൂറുകളും ദിവസങ്ങളും ആ ഗാനങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആ പാട്ട് കേൾക്കുവാനുള്ള താല്പര്യമാണ്. അവിടെ ആ സംഗീതവുമായിട്ട് ഒരു സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ചില വ്യക്തികളെ നമ്മൾ ഹീറോകളാക്കി മാറ്റുമ്പോൾ, നമുക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരാളെ ഇഷ്ടമാണ്. സിനിമയിൽ ഇന്ന് ഒരുപാട് ഫാൻസ് അസോസിയേഷൻസ് ഇല്ലേ? ഓരോ സിനിമാ നടന്മാരെ ചിലർ ഹീറോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവർ ആ സിനിമാ നടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇവർ ആ സിനിമ കണ്ട് സിനിമയിലെ ആ ഹീറോയുമായിട്ട് ഇവർക്കൊരു പ്രാണബന്ധമുണ്ടായിരിക്കുന്നു. ഒരു അൺഗോഡ്ലി സോൾട്ടായി ഉണ്ടായിരിക്കുകയാണ്. അത് ഇവരുടെ ചിന്തകളെയും ഇവരുടെ തീരുമാനങ്ങളെയും ഇവരുടെ ആക്ഷൻസിനെയും ഒക്കെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ചിലപ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധങ്ങൾ, വിവാഹ ബന്ധത്തിൻ്റെ പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ മുഖാന്തരമായിട്ട് ഗുരുതരമാകുന്ന സോൾട്ടായി ഉണ്ടാകും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ തന്നെ ഉണ്ടാകും. ഈ 2 വ്യക്തികളും തമ്മിൽ അവരിലുള്ള തിന്മകൾ അന്യോന്യം ട്രാൻസ്ഫർ ആകുവാനും ഇടവരും. ലൈംഗിക ബന്ധങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന സോൾട്ടായി എന്ന് പറയുന്നത്, ഈ നിലയിലുള്ള വിവിധ നിലകളിലുള്ള അൺഗോഡ്ലി സോൾട്ടായിസ് ഉണ്ട്. ഇത് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ, മനഃപൂർവ്വം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്യുവാൻ തയ്യാറാകണം. എങ്ങനെ ബ്രേക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ള കാര്യവും ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നു. സങ്കീർത്തനം 129:4, യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്ത് കളഞ്ഞിരിക്കുന്നു. ഈ സോൾട്ടായി കൊണ്ടിരുന്ന എല്ലാവിധമാകുന്ന ബന്ധനങ്ങളെ അറുത്ത് കളയുക. യശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഇതൊക്കെ അന്യായ ബന്ധനങ്ങളാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക.
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവ എന്ന് അറിയും. എല്ലാ നുകങ്ങളും ഒടിഞ്ഞു പോകട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, അന്നു ഞാൻ അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. സോൾട്ടായി കൊണ്ടുവന്ന നുകങ്ങളും സോൾട്ടായി കൊണ്ടുവന്ന ബന്ധനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ, ഇല്ലാതെയായി പോകട്ടെ. സദൃശവാക്യങ്ങൾ 5:22 പാപപാശങ്ങളെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോൾട്ടായി കൊണ്ടുവരുന്നത് ഒരു പാപപാശമാണ്, പാപത്തിൻ്റെ ഒരു കയറാണ്. അതിനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മുറിച്ചു കളയുക, സ്വാതന്ത്ര്യം പ്രാപിക്കുക. മരിച്ചവരുമായിട്ട് ചിലർക്ക് അൺഗോഡ്ലി സോൾട്ടായി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും ആ വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ആ ബന്ധം ഈ ലോകത്തിൽ നിന്ന് ശാരീരികമായത് അവസാനിച്ചുവെങ്കിലും സോൾ ടു സോൾ ബന്ധം അവസാനിച്ചിട്ടില്ല. എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമാകുന്നു സ്വപ്നത്തിൽ ആ വ്യക്തിയെ ആവർത്തിച്ച് കാണുകയാണ്. മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നത് ആരോഗ്യപരമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മുറിച്ചു കളയണം. മരിച്ച ഒരു വ്യക്തി എവിടേക്ക് പോയിരിക്കുന്നുവോ അവിടേക്ക് ആ വ്യക്തിയെ വിട്ടുകൊടുക്കുക. ആ വ്യക്തിയുമായിട്ടുള്ള സോൾട്ടയെ കട്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുക. വേറൊന്ന്, മിസ്കാരേജ് മൂലം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ ആ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായി, മിസ്കാരേജ് വന്നു. ആ മിസ്കാരേജ് മൂലം ആ കുഞ്ഞിനെ നഷ്ടമാകുകയാണെങ്കിലും അത് വരുത്തുന്ന ആ ഒരു തീവ്ര ദുഃഖം, ആ തീവ്ര ദുഃഖത്തിൽ തുടരുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സോൾട്ടൈ എന്ന് പറയുന്നത്. ആ അമ്മയും കുഞ്ഞും തമ്മിൽ, കുഞ്ഞകത്തല്ലേ, കുഞ്ഞ് അകത്തായിരിക്കുന്നതിനാൽ, അവളുടെ ഗർഭപാത്രത്തിലായിരിക്കുന്നതിനാൽ അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ട്, ഒരു വലിയ അടുത്ത ബന്ധമുണ്ട്. ആ കുഞ്ഞിനെ മിസ്കാരേജിലൂടെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സോൾട്ടായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ കുഞ്ഞുമായിട്ടുള്ള ആ സോൾട്ടയെ കട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത ദുഃഖവും വേദനയും മറ്റ് പ്രതിസന്ധികളും കൊണ്ടുവരും. ഇനി ചില മേഖലകൾ ഉണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അവയവങ്ങൾ മാറ്റിവെക്കുന്നു. കിഡ്നി, വേറൊരാളിൻ്റെ കിഡ്നി സ്വീകരിക്കുന്നവരുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ശാരീരിക രോഗവുമായുള്ള ബന്ധത്തിൽ ഫോർ എക്സാമ്പിൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, മറ്റൊരാളുടെ അവയവമല്ലേ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അവിടെയെല്ലാം ജീവൻ്റെ കൈമാറ്റമുണ്ട്, പ്രാണൻ്റെ കൈമാറ്റമുണ്ട്. കിഡ്നി കേടായി, ആ കിഡ്നി, വേറൊരാളിൻ്റെ കിഡ്നി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെയും ജീവൻ്റെ കൈമാറ്റമുണ്ട്. പ്രാണൻ ടു പ്രാണൻ ഒരു കൈമാറ്റം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തയാളും സ്വീകരിച്ചയാളും പ്രാർത്ഥിക്കുന്നത്, ഒരു പ്രാർത്ഥനയിലൂടെ തമ്മിലുള്ള സോൾട്ടയെ കട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു മേഖലയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നിങ്ങൾ രക്തം മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ രക്തം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ വൈദ്യശാസ്ത്ര ചികിത്സയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ, സർജറിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ അത്തരത്തിൽ രക്തം കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലർക്ക് രക്തം സ്വീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം രക്തം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനാണ്, മനുഷ്യൻ്റെ പ്രാണനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു കാര്യമാകുന്നു നമ്മുടെ രക്തമെന്ന് പറയുന്നത്. ആ രക്തം സ്വീകരിക്കുമ്പോൾ അവിടെ ചില ട്രാൻസ്ഫേഴ്സ് നടക്കുവാനുള്ള, കൈമാറ്റങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. രക്തം സ്വീകരിച്ച വ്യക്തിയും രക്തം കൊടുത്ത വ്യക്തിയും ഒരു പ്രാർത്ഥനയിലൂടെ ആ സോൾട്ടായി ബ്രേക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രഥമമായിട്ടും ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അല്ലെങ്കിൽ അവയവങ്ങൾ സ്വീകരിച്ചവരോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ചില തെറ്റായ കാര്യങ്ങൾ മുഖാന്തരമായിട്ട് ചില സോൾ ടൈസ് ഉണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നുള്ള സ്റ്റെപ്സ്, അതിനു വേണ്ടിയുള്ള പടികൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഏറ്റവും അവസാന ഭാഗത്ത് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ആരെങ്കിലും രക്തം സ്വീകരിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ
ദയവായിട്ട് ഈ പ്രാർത്ഥന ഏറ്റുപറയുക. രക്തം സ്വീകരിച്ചിട്ടുള്ളവർ. സ്വർഗീയ പിതാവേ, ഞാനിപ്പോൾ എന്നിലേക്ക് വന്ന ദൈവഹിതപ്രകാരമല്ലാത്ത ജീവനെ തിരസ്കരിക്കുന്നു. അൺഗോഡ്ലി ലൈഫിനെ ഞാൻ തിരസ്കരിക്കുന്നു. ഞാൻ സ്വീകരിച്ച രക്തത്തിലൂടെ വന്ന അൺഗോഡ്ലി ലൈഫിനെ ഞാനിപ്പോൾ തിരസ്കരിക്കുന്നു. എനിക്ക് രക്തം നൽകിയ ആളിലേക്ക് ഞാൻ ആ ജീവനെ മടക്കി അയക്കുന്നു. ഈ സമയത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാനും എനിക്ക് രക്തം നൽകിയ വ്യക്തിയുമായിട്ടുള്ള സോൾട്ടായി ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. നിങ്ങൾ ആർക്കെങ്കിലും രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഏറ്റു പറയുക. സ്വർഗീയ പിതാവേ, ഞാൻ രക്തം കൊടുക്കുന്നതിലൂടെ എന്നിലൂടെ ചോർന്ന ജീവനെ ഞാൻ മടക്കി സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്റെ പ്രാണനെ ഞാൻ സൗഖ്യമാക്കുന്നു. ഞാനും രക്തം ഞാൻ കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നിങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഏറ്റുപറഞ്ഞ ആ പ്രാർത്ഥനയ്ക്ക് സമാനമാകുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് സ്വയം പ്രാർത്ഥിക്കുവാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ആ അൺഗോഡ്ലി സോൾട്ടയെ ബ്രേക്ക് ചെയ്യുവാൻ കഴിയും. മറ്റ് വ്യത്യസ്ത നിലകളിൽ വന്നിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, വ്യക്തിയും സ്ഥലവുമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, വ്യക്തിയും സംഭവമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, വ്യക്തിയും വസ്തുവുമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, വ്യക്തിയും സംഗീതവുമായിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, വ്യക്തിയും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹീറോ ആക്കുന്നതിലൂടെയും വന്നിട്ടുള്ള അൺഗോഡ്ലി സോൾട്ടായി, ഏതെങ്കിലും ഒരു ചലച്ചിത്രത്തെ വലുതാക്കുന്നതിലൂടെ വന്നിരിക്കുന്ന അൺഗോഡ്ലി സോൾട്ടായി, ലൈംഗിക ബന്ധത്തിലൂടെ വന്നിരിക്കുന്ന അൺഗോഡ്ലി സോൾട്ടായി, പ്രേമബന്ധത്തിലൂടെ വന്നിരിക്കുന്ന അൺഗോഡ്ലി സോൾട്ടായിസ്. ഇങ്ങനെയുള്ള അൺഗോഡ്ലി സോൾട്ടായിസിനെ ബ്രേക്ക് ചെയ്യുവാൻ ആദ്യമായിട്ട് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകണം. ഏറ്റുപറയണം. നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറയണം. നിങ്ങൾക്ക് ഫോണിനോട് അമിതമാകുന്ന അടുപ്പമാകുന്നു എങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. തീരുമാനമെടുക്കണം. റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ മാറ്റമാണല്ലോ, രൂപാന്തരീകരണം സംഭവിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ കർത്താവേ, ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു പറ്റുമാനം എനിക്ക് ഫോണിനോട് ഉണ്ടാകുകയില്ല എന്ന് തീരുമാനമെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ നിലയിലുള്ള എല്ലാ നിഷേധാർത്ഥകമാകുന്ന അൺഗോഡ്ലി സോൾട്ടായിസും ബ്രേക്ക് ആകുവാൻ വേണ്ടി ആദ്യമായി വേണ്ടത് ഏറ്റുപറച്ചിലും മാനസാന്തരവുമാകുന്നു. അവിടെ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാകണം. ചിലതിനെ നിങ്ങൾ തിരസ്കരിക്കുവാനുണ്ടെങ്കിൽ, റിനൗൺസ് ചെയ്യുവാനുണ്ടെങ്കിൽ നിങ്ങളതിനെ റിനൗൺസ് ചെയ്യുവാൻ തയ്യാറാകണം. ചില പ്രവർത്തികളിലൂടെ നിങ്ങൾ സുഖം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലഷർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്ലഷറിനെ നിങ്ങൾ റിനൗൺസ് ചെയ്യുവാൻ തയ്യാറാകണം. അതോടൊന്നിച്ച് തന്നെ ഈ നിലയിലുള്ള സോൾട്ടായി മുഖാന്തരമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഫെമിലിയർ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദുരാത്മാക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ ദുരാത്മാക്കളെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശാസിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പുനഃസ്ഥാപിക്കണം. റിസ്റ്റോറേഷൻ അവിടെ ഉണ്ടാകണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പുനഃസ്ഥാപിക്കുവാൻ തയ്യാറാകുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പറഞ്ഞു വിടുക. ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളും ആ വ്യക്തിയോ നിങ്ങളും ആ വസ്തുവോ ഏത് മേഖലയാണ് അതുമായിട്ടുള്ള സോൾട്ടയെ ബ്രേക്ക് ചെയ്യുക. വീണ്ടും അതേ ചിന്തകൾ വരുന്നു എങ്കിൽ വീണ്ടും അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യുക. സോൾട്ടൈസിനെ ബ്രേക്ക് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ സ്വതന്ത്രമാകണം, നിങ്ങളുടെ ആക്ഷൻസ് സ്വതന്ത്രമാകണം, നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വതന്ത്രമാകണം.
ഈ പറഞ്ഞതൊന്നും നിങ്ങളുടെ ചിന്തകളെയോ ആക്ഷൻസിനെയോ നിങ്ങളുടെ തീരുമാനങ്ങളെയോ സ്വാധീനിക്കുവാൻ കഴിയാത്ത നിലയിൽ സ്വാതന്ത്ര്യം സ്വീകരിക്കുവാൻ തയ്യാറാകണം. മരിച്ചവരെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങൾ ആ സ്വപ്നം കാണുന്നുവോ ആ സമയത്ത് തന്നെ എഴുന്നേറ്റിരുന്നതിന് ശേഷമായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനും ആ മരിച്ച വ്യക്തിയും തമ്മിലുള്ള പ്രാണബന്ധത്തെ സോൾ ടൈയെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ച് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ വീണ്ടും കണ്ടെന്നിരിക്കാം. അതിനെ വീണ്ടും ഇതേ പ്രാർത്ഥനയിലൂടെ ആ സോൾ ടൈയെ ബ്രേക്ക് ചെയ്യണം. 1-2 പ്രാവശ്യം അത്തരത്തിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മരിച്ചവരെ സ്വപ്നത്തിൽ കാണുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും. ആത്മീക പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അൺഗോഡ്ലി സോൾ ടൈസിനെയും ബ്രേക്ക് ചെയ്യുക, ആത്മീകമായി പുരോഗതി പ്രാപിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഈ നല്ല നിമിഷങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് ബ്രേക്ക് ചെയ്യേണ്ട എല്ലാ സോൾ ടൈസിനെയും ബ്രേക്ക് ചെയ്ത് വലിയൊരു സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകുവാൻ, എല്ലാ ആവശ്യമില്ലാത്ത അൺഗോഡ്ലി ആയിട്ടുള്ള സോൾ ടൈസിനെയും ബ്രേക്ക് ചെയ്ത് വലിയൊരു സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ പ്രിയപ്പെട്ടവർ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രിയപ്പെട്ടവരിൽ ശക്തമായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇത്തരത്തിലുള്ള സോൾ ടൈസ് മൂലം, അൺഗോഡ്ലി സോൾ ടൈസ് മൂലം ശരീരത്തിൽ പ്രവേശിച്ച ഏതെങ്കിലും രോഗാത്മാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ശരീരങ്ങൾ വിട്ട് പുറത്തു പോകാം. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ സ്വതന്ത്രരായി തീരട്ടെ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം, വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഈ ആലോചനകൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ദയവായി പങ്കുവയ്ക്കണമേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിനയ ശ്രമം ഓർപ്പിക്കുന്നു, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.